DFIയുടെ ഓഫീസിലേക്ക് നമ്മൾ നടത്തുന്ന സമരം ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മളുടെ ആത്മീയ നേതാവായിട്ടുള്ള അഭിമന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെയും ഇവിടുത്തെ ജനപ്രതിനിധികൾക്കെതിരെയും നടത്തിയിട്ടുള്ള കിരാതമായിട്ടുള്ള നീക്കങ്ങൾക്ക് അവസാനം കുറിക്കണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് സമരപരിപാടിയുമായി മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളതും. നിയമസഭയിൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിയമസഭയിൽ ബഹുമാന്യനായിട്ടുള്ള കോതമംഗലത്തിൻ്റെ MLA ആണ് ഈ വിഷയം അവതരിപ്പിച്ചത്. അത് രാജപാത തുറന്നു കൊടുക്കണം, അത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കണം എന്ന് കോതമംഗലത്തിൻ്റെ MLA ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ബഹുമാനായിട്ടുള്ള വനം വകുപ്പ് മന്ത്രി അതിന് മറുപടി കൊടുത്തതാണ് നമ്മൾ ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടത്, ദൃശ്യമാധ്യമങ്ങളിലൂടെയും കണ്ടത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ രാജപാത ഇല്ല എന്നാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ നിയമസഭയിൽ പറയുന്നുണ്ടെങ്കിലും ഇത്രയും ദയനീയമായ ഒരു മന്ത്രി ഈ ഭീകരമായ കള്ളത്തരങ്ങൾ പറഞ്ഞത് അത്യന്തം ഖേദകരമാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ കള്ളം അവിടെ ഇരുന്ന എല്ലാ സഭാംഗങ്ങളും അത് അംഗീകരിച്ചതിന് തുല്യമാണ്. ഒരാൾ പോലും അതിനെ തിരുത്തിയില്ല എന്നുള്ളത് അത് നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ്. നമുക്ക് സംരക്ഷകരായി നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള ജനപ്രതിനിധികൾ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതിന്റെ അടയാളം കൂടിയാണ്. അതുകൊണ്ട് മന്ത്രി പ്രസ്താവിച്ച് ഈ രാജപാത അവിടെ ഇല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന അത് നിശബ്ദമായി എല്ലാവരും അംഗീകരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ നിയമസഭയിലുള്ള നിയമസഭാംഗങ്ങൾ അംഗീകരിച്ചാലും ഈ നാട്ടിലുള്ള പൊതുബോധമുള്ള ജനം, ഇവിടുത്തെ ചരിത്രമറിയാവുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള കള്ളത്തരങ്ങളെ അംഗീകരിച്ചു കൊടുക്കാനായിട്ടാവില്ല എന്ന് നമ്മൾ പരസ്യമായി പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ സമരവുമായി മുന്നോട്ടിറങ്ങുന്നത്. ഇവിടെ വനം വകുപ്പ് മന്ത്രി നടത്തുന്ന ജൽപ്പനങ്ങൾ, അദ്ദേഹം അത് അറിഞ്ഞോ അറിയാതെയോ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ നടത്തുന്ന ജൽപ്പനങ്ങൾ, അദ്ദേഹം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പറ്റിയ ആളാണ് എന്ന് ഗവൺമെന്റിന് നന്നായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാകാം അദ്ദേഹത്തെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചത് എന്ന് കരുതുകയാണ്. കാരണം മൃഗത്തോട് വനത്തോട് ഇത്ര കണ്ട് അമിതമായ സ്നേഹമുള്ളൊരു വ്യക്തി കേരളത്തിൽ വേറെ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടി NCP അദ്ദേഹത്തെ പിൻവലിക്കാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിച്ചിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി വാശിയോടുകൂടി ആവശ്യപ്പെട്ട് ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് വേണം. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഗവൺമെന്റിന് പ്രത്യേകിച്ച് വലിയ ഗുണം ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്ന് കരുതുന്നില്ല. ഘടകകക്ഷിയുടെ അന്തിമദാശ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് നമുക്കറിഞ്ഞുകൂടെ. എന്തായിരുന്നാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കും ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണം, ഇദ്ദേഹം മന്ത്രിയായിട്ട് തുടരണം. രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒന്നെങ്കിൽ ഈ വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുമാതിരി ശിഖണ്ഡി വെച്ച് പോരാട്ടം നടത്താമെന്നുള്ള പഴയ തന്ത്രം പോലെ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് കാടൻ നിയമങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ തന്ത്രപൂർവമായിട്ടുള്ള നീക്കം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പറയായിരുന്നു എന്തെങ്കിലുമൊക്കെ അമളി പറ്റിക്കഴിഞ്ഞാൽ ശശിയായി എന്ന് പറയായിരുന്നു. ഇപ്പൊ ശശീന്ദ്രന്റെ കാലഘട്ടം എത്തിയപ്പോഴേക്കും ആളുകൾക്ക് ബോധ്യമായി ഇദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട ആളുകൾ ഇപ്പൊ ശശിയായിട്ടുണ്ട്. ഇദ്ദേഹം മനുഷ്യത്തിന് ഒരു ഗുണമുള്ള ഒരു കാര്യം ഇതുവരെയായിട്ടും വേണ്ടിയിട്ടില്ല. ഇദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് കട്ടപ്പനയിൽ വന്നൊരു പ്രസംഗം നടത്തിയ പ്രകാരമാണ് കിണറ്റിൽ വന്ന കരടിയുടെ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വകുപ്പ് മന്ത്രിയാണ് പറഞ്ഞത്. കാരണം ഈ ഡിപ്പാർട്ട്മെന്റിന് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് എനിക്കാവുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായ പ്രസ്താവന നടത്തിയതാണ്. അല്ലയോ മന്ത്രി, ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് അങ്ങേക്ക് അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളിലേക്ക് ഇക്കഴിഞ്ഞ കാലമായിട്ടും പ്രവേശിച്ച് ഭരണത്തെ നിയന്ത്രിക്കാൻ അങ്ങേക്കാവുന്നില്ല എങ്കിൽ അങ്ങനെ വെള്ളപ്പേപ്പറിൽ എഴുതി അങ്ങയുടെ മുഖ്യമന്ത്രിക്ക് കൊടുക്ക്. ഇത് എന്നെ കൊണ്ടാവുന്ന പണിയല്ല എന്ന് പറഞ്ഞ് ഈ രാജ്യകൊടുത്ത് ഇറങ്ങിപ്പോയി നാടിനെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും നീതിപൂർവമായിട്ടുള്ള നടപടി അങ്ങ് രാജിവെച്ച് പുറത്തു പോകുന്നതാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ നിയമസഭയിൽ നടത്തിയ പ്രസ്താവന പ്രകാരമാണ്. ഗൂഢാലോചനകളൊന്നും പിന്നിലില്ല. ഫോറസ്റ്റ് വകുപ്പിന്റെ വാഹനം തല്ലി തകർത്തിരിക്കുന്നു. ഫോറസ്റ്റിന്റെ ഗേറ്റ് അതിക്രൂരമായി ആക്രമിച്ച് കീഴടക്കി അതിലൂടെ കടന്നുപോയിരിക്കുന്നു. അതിന് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. 89-കാരനായിട്ടുള്ള പൊന്നക്കോട്ടി പിതാവ്, ഇവിടുത്തെ MPയും MLAയും ഒക്കെ ഈ ഫോറസ്റ്റിന്റെ വാഹനം തല്ലിത്തകർത്തതിന്റെ ചില്ല് പൊട്ടിച്ച് ഇതിന്റെ ഗേറ്റിലെല്ലാം അവിടെ തല്ലി പൊറിച്ച് അകത്തോട്ട് പോയി എന്നാണ് അദ്ദേഹം നിയമസഭയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ ഇരിക്കുന്ന ഈ MLAമാരെല്ലാം കൂടെ വിശ്വസിച്ചു എന്ന് ഞാൻ കരുതുകയാണ്.
ആയിരക്കണക്കിന് ആളുകൾ നടത്തിയ ബഹുജന പ്രക്ഷോഭത്തിനകത്ത് അവിടെ ഒരു വാഹനവും തല്ലി തകർത്തിട്ടില്ല, അവിടെ ഒരു ഗേറ്റും തല്ലി തകർത്ത് പോയിട്ടില്ല. അവിടെ വെച്ചിരിക്കുന്ന ഒരു കമ്പി കഷ്ണമെടുത്ത് മാറ്റിവെച്ചിട്ട് ഇവരകത്തോട്ട് പോയതിനെയാണ് ഇത്രയും കാവ്യാത്മകമായി മന്ത്രി നിയമസഭയിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഈ വയോധികനായിട്ടുള്ള മെത്രാനും ജനപ്രതിനിധികളും ഒക്കെ ഇത് തല്ലി തകർത്ത് നശിപ്പിച്ച് ഇവിടുത്തെ ഗവൺമെന്റിന്റെ പൊതുമുതൽ മുഴുവൻ തല്ലി തകർത്ത് നശിപ്പിച്ചതാണെങ്കിൽ കേസെടുക്കണം മാതൃകാപരമായി. ഇതെന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഇത് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം, നാടിന് ഗുണകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വേണ്ട എന്ന് ധരിക്കാൻ വേണ്ടിയിട്ട്, അത് വേണ്ട എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ പോലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ കേസ് കൊണ്ട് ഞങ്ങളാരും പേടിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ ഫോറസ്റ്റിന്റെ സ്ഥലത്തൂടെ കയറിയെന്ന് പറഞ്ഞ് ഇവിടെ മനുഷ്യ തൂക്കിക്കൊല്ലാൻ വേണ്ടി പോകുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ കേസെടുത്താൽ വിറയ്ക്കുന്നവരൊന്നുമില്ല ഞങ്ങൾ. പിന്നെ എന്താണ് വിഷയം? ഇവിടെ ജനകീയ മുന്നേറ്റങ്ങൾ കാണിയടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അത് രൂക്ഷമായൊരു വിഷയമാണ്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ജനകീയ സമരങ്ങൾ നടക്കും. ആ ജനകീയ സമരങ്ങൾ ഇനി ഇവിടെ വേണ്ട. അതിന് കൂച്ചുവിലം നടക്കാൻ വേണ്ടി ഞങ്ങൾക്കറിയാം എന്ന് ഇവിടുത്തെ ഗവൺമെന്റ് വാശി പിടിക്കാൻ തുടങ്ങിയാൽ ആ വാശിക്ക് മുമ്പിൽ മുട്ടുമടക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമരവുമായി നമ്മൾ തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കേസ് പിൻവലിച്ച് ഇത്തരത്തിലുള്ള നടപടികൾ വരുന്ന ആളുകളിൽ ഗവൺമെന്റ് പുറോട്ട് പോകണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്.